നമസ്കാരം. വിദേശ വിദ്യാഭ്യാസം, സ്റ്റഡി അബ്രോഡ് വളരെ ട്രെൻഡിങ് ആയിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. സോ കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും വിദ്യാർത്ഥികള് വളരെ വലിയൊരു നമ്പർ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം ആളുകൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും പല കൺഫ്യൂഷൻസ് ഉണ്ടാവും, പല രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അഡ്രസ് ചെയ്യാനായിട്ട് എന്റെ കൂടെ ഇന്നുള്ളത് ഞങ്ങളുടെ ചെയർമാൻ ആയിട്ടുള്ള റോയ് സാറാണ്. തീർച്ചയായിട്ടും സ്റ്റഡി അബ്രോഡിന്റെ ഒരു വൈഡർ ആയിട്ടുള്ള ആസ്പെക്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ വിചാരിക്കുകയാണ്. സാർ, വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ നമ്മൾ ഈ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തീർച്ചയായിട്ടും ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് റീസൺ വേണമല്ലോ. ഇന്നലെ തുടങ്ങിയ ചില കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സാറിന് എന്താണ് തോന്നുന്നത്, എന്തുകൊണ്ടായിരിക്കും ആളുകൾ സ്റ്റഡി അബ്രോഡ് അല്ലെ പുറത്തു പോയി പഠിക്കാം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? വിദ്യാർത്ഥികൾ 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഏറ്റവും ഉയർന്ന മെറിറ്റ് ഉള്ള കുട്ടികള്. ഓക്കെ. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി പോകുന്ന, അതിന് സ്കോളർഷിപ്പ് ഒക്കെ നേടി പോകുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികള്. ഓക്കെ. രണ്ടാമത്തെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഉയർന്ന വിദേശ പഠനം ലഭ്യമായി നാട്ടിൽ തിരിച്ചു വന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ. മിക്കവാറും നാട്ടിലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ മക്കളാണ് അങ്ങനെ എഡ്യൂക്കേഷൻ. എനിക്ക് തോന്നുന്നു അംബാനിയൊക്കെ അങ്ങനെ പോയി പഠിക്കുന്ന ആളാണ്. അതായത് അവരുടെ മക്കളൊക്കെ വിദേശ രാജ്യത്തെ വിദ്യാഭ്യാസം നേടി നാട്ടിൽ തിരിച്ചു വന്ന് അവരുടെ ഫാമിലി ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. മൂന്നാമത്തെ ഒരു കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് വിദേശ വിദ്യാഭ്യാസം എന്ന പാത്വേ വഴി വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാനും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ട് അതിനൊരു വഴിയായി വിദേശ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡിനെ സെലക്ട് ചെയ്ത് പോകുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. ഓക്കെ. അപ്പൊ നമ്മൾ ടോട്ടൽ സ്റ്റഡി അബ്രോഡിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്താൽ 90% ആളുകൾ ഈ തേർഡ് കാറ്റഗറി പെട്ടവരാണ്. അതായത് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മൈഗ്രേറ്റ് ചെയ്യുക, അതായത് അവരിന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും കുറെ കൂടി ഉയർന്ന മെച്ചപ്പെട്ട ഒരു വികസിത രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അതിനുള്ള ഒരു വഴിയായോ പാത്വേ ആയിട്ടാണ് സ്റ്റഡി അബ്രോഡിനെ അവർ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളല്ലാത്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ മറ്റു ആളുകൾക്ക് ഒന്നും തന്നെ എന്തിനാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്ന കാര്യം മനസ്സിലായിട്ടില്ല. അവര് പലപ്പോഴും ചിന്തിക്കുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ചെറിയ നമ്പർ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നാൽ ആളുകളെ പോകാതെ ഇവിടെ നിൽക്കുമെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അവര് പോകുന്ന ആ വികസിത രാജ്യത്തെ സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ആളുകൾ നിൽക്കുകയുള്ളൂ. അതായത് അവിടെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് വന്നാൽ മാത്രമേ അവർ വിദേശത്ത് പോകാതെ നിൽക്കുകയുള്ളൂ. അതായത് അവിടെ അവർക്ക് കിട്ടുന്ന പല കാര്യങ്ങളും ഇപ്പൊ എന്തൊക്കെയായിരിക്കും? ഇപ്പം ലെറ്റ്സ് സേ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി പോകുന്ന ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ്, ഇപ്പം നമുക്ക് കേരളത്തിലെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഒരു ഇടുക്കിയിലോ വയനാട്ടിലോ അല്ലെ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു ജില്ലയിൽ ഒരു മലയോര മേഖലയിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പൊ നമ്മളിപ്പോ കാനഡയിലോ അല്ലെ UK-ലോ ജർമ്മനിയിലോ പോയിക്കുമ്പോൾ എന്തൊക്കെ ഒരു അഡീഷണൽ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ആണ് അവർക്ക് കിട്ടുന്നുണ്ടാവുക? നമ്മളിപ്പോ കേരളത്തിലെ കാര്യം എടുത്താല് കേരളത്തിൽ നിന്ന് വിദേശ വിദ്യാഭ്യാസം തേടി പോകുന്ന വിദ്യാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാല് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലെ വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ്. അതായത് ഇപ്പൊ കോഴിക്കോട് മാതിരിയോ കൊച്ചി പോലെയോ തിരുവനന്തപുരം മാതിരിയുള്ള സിറ്റിയിൽ നിന്നല്ല ആളുകൾ പോണേ. റൂറൽ ഏരിയ, ഇപ്പൊ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം അല്ലെങ്കിൽ വയനാട്, ഇങ്ങനെയൊക്കെയുള്ള ജില്ലകളിലെ പിന്നോക്ക മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് കൂടുതലായും പോകുന്നത്. അപ്പൊ അവരങ്ങനെ സെലക്ട് ചെയ്യാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ആ നിലവിലുള്ള ജീവിത സാഹചര്യത്തിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പഠിക്കുക, ചെറിയ ജോലികളൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവർ ചിന്തിക്കുന്ന ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ധാരണയുടെ പുറത്താണ് പലപ്പോഴും അവർ വിദേശ പഠനത്തിന് ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ വിദേശത്ത് പഠിക്കാൻ ഒരു വിദ്യാർത്ഥി പോകുമ്പോഴുള്ള ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവർ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു ലൈഫ് സ്കില്ല് ആർജിക്കും. അതായത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. അവർ വെറും പഠനം മാത്രമാണ് നമ്മുടെ നാട്ടിൽ കോളേജിൽ ഫോക്കസ് ചെയ്യുന്നത്. വിദേശത്ത് പഠിക്കാൻ പോയാൽ ഡേ 1 മുതൽ അവര് കുക്കിംഗ് പഠിക്കണം, ജോലിക്ക് പോകണം, വാഷ് ചെയ്യണം, ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും സ്വന്തമായിട്ട് എടുക്കണം. അപ്പം അങ്ങനെ അതിൽ കുറച്ചുനാൾ ട്രാവൽ ചെയ്യുന്ന ഒരാൾ അവരുടെ ജീവിതത്തിലെ ജീവിക്കാനുള്ള
ഒരു സ്കില്ല് അവർ ആർജിക്കുകയാണ്. അതായത് എല്ലാ സാഹചര്യങ്ങളിലും ഏത് സാഹചര്യത്തിലും അതായത് സ്വന്തമായ വരുമാനം കണ്ടെത്തണം പാർട്ട് ജോബിലൂടെ. ആ വരുമാനത്തിൽ ജീവിക്കാൻ പറ്റണം. വരുമാനം കുറവാണെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കണം. അപ്പം ഇതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഒന്നാമത്തെ ഒരു വിദേശ പഠനം കൊണ്ടുള്ള നേട്ടമാണ് ലൈഫ് സ്കില്ല് പഠിക്കുക എന്നുള്ള കാര്യം. രണ്ടാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യത്ത് പോകുമ്പം ആ രാജ്യത്തിലെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ രാജ്യത്തുണ്ടാകുന്ന ജീവിത സൗകര്യങ്ങൾ അവർ ഇന്ന് അനുഭവിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരു 30-40 വർഷം മുന്നിലായിരിക്കും, ഒരു അഡ്വാൻസ്ഡ് ആയി. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി വയനാട്ടിൽ നിന്നോ ഇടുക്കിയിൽ നിന്നൊക്കെ കൊച്ചിയിൽ പഠിക്കാൻ വരുമ്പം അവരുടെ ജീവിതത്തിൽ ഒരു 10-15 വർഷം മുന്നിലേക്ക് ആ കൊച്ചി സിറ്റിയിലേക്ക് ബന്ധപ്പെട്ടിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരു ഡെവലപ്ഡ് കൺട്രി പോകുമ്പം 30-40 വർഷം മുന്നിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അത് എല്ലാ അർത്ഥത്തിലും ഉണ്ട്. ഇപ്പൊ നമുക്ക് 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലായി. ഇപ്പം ഈ ടെക്നോളജിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുമ്പം എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉത്ഭവിക്കുന്ന വികസിത രാജ്യങ്ങളിൽ നിന്നാണ്. അതെ, ഇപ്പൊ നമ്മുടെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന നമ്മുടെ ഡിജിറ്റൽ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് ഇതെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്ന ഡെവലപ്ഡ് കൺട്രീസ് നിന്നാണ്. ഇപ്പൊ നമുക്കറിയാം ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറുകൾ, അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്നോളജികളും ഡെവലപ്പ് ചെയ്ത് നമുക്ക് തരുന്നത് വികസിത രാജ്യങ്ങളാണ്. നമ്മളൊരു എൻഡ് യൂസർ പ്രൊഡക്റ്റ് മാത്രമാണ്. അതെ, അതായത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ആ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വർഷങ്ങളായതുകൊണ്ട് നമുക്ക് ആ ലെവലിലേക്ക് നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ ഒരു വിദ്യാർത്ഥിയുടെ ഒരു എന്താ പറയാ വൈസ്ഫുൾ ആയിട്ടുള്ള തിങ്കിങ് എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഇവിടെ നിന്ന് ഇത് ഡെവലപ്പ് ആവുന്നിടം വരെ എന്റെ ജീവിതം കളയുന്നതിനേക്കാളും നല്ലത് ഇതെല്ലാം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നാളെ മൂവ് ചെയ്യുകയാണെങ്കിൽ നാളെ മുതൽ എന്റെ ജീവിതത്തിൽ ആ സാഹചര്യങ്ങളും സൗകര്യങ്ങളെല്ലാം വന്നു ചേരുമെന്നുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എടുത്തുകൊണ്ടാണ് അവര് ഒരു വികസിത രാജ്യത്തേക്ക് പോകുന്നത്. അത് ഒരു മെയിൻ മോട്ടിവേഷൻ ആയിരിക്കും ഇവരുടെ പുറകിലുള്ളത് അല്ലെ. അതായത് അവർ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു വയനാട്ടിൽ ഒരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വിദ്യാർത്ഥി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് കോളേജിൽ പോകുന്നതിന് പരിമിതികളുണ്ട്, അവരുടെ ട്രാവലിംഗ്, ബസ് കിട്ടുന്നതിന്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജോലി കിട്ടും, ഇതിനെല്ലാം ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ വിദ്യാർത്ഥി സെയിം ടൈമില് UK-യിലുള്ള ലണ്ടനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വികസിത രാജ്യത്തെ ഒരു മെട്രോ സിറ്റിയിലോ ടൗണിലോ ഒക്കെ പോയി ജീവിക്കുമ്പം അവൻ ഇന്ന് അനുഭവിക്കുന്ന ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് അവർക്ക് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരികയാണ്. മേ ബി അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നവർക്കാണല്ലോ ഇതിന്റെ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആവുന്നത്. ഇപ്പൊ പല ആളുകളും എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. കാരണം ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. നമുക്ക് ലണ്ടനിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മെൽബണിൽ നടക്കുന്ന കാര്യങ്ങളോ വാഷിംഗ്ടൺ DC എന്ത് നടക്കുന്നു എന്നൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ എത്രയോ അധികം ആളുകൾ പോയി അവരുടെ വ്ളോഗ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. പക്ഷെ ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ലെറ്റ്സ് നമ്മൾ സംസാരിക്കുന്ന, ഇപ്പൊ എന്റെ സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡത്തെ ഒരു വില്ലേജിൽ നിന്ന് ഞാനിപ്പം ജർമ്മനിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബെർലിനിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാത്ത് ഉണ്ട്, ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടല്ലോ എനിക്ക്. അപ്പം ഞാൻ ആലോചിക്കുമ്പം ഭയങ്കര ഹേർഡിൽസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രഗിൾ ഉണ്ട്. ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഇത് ചെയ്യാത്തത്. അപ്പം പല കുട്ടികളും ചെയ്യാത്തതിന്റെ ഒരു റീസൺ അതായിരിക്കും. അപ്പം ഈ ഒരു പാത്ത് ഈസി ആക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതോ ടെക്നിക്കലി ഇങ്ങനത്തെ ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് ഒരാൾ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ജേർണിയിലൂടെ മാൻഡേറ്ററിലി കടന്നു പോകേണ്ടതാണോ? എന്താണ് സാറിന് തോന്നുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഡിജിറ്റൽ യുഗം വന്നതിന് ശേഷം, അതായത് നമുക്ക് ഇന്റർനെറ്റ് വളരെ ഫ്രീ ആയിട്ട് കിട്ടാൻ തുടങ്ങിയതിന് ശേഷം കുട്ടിയുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, അത് ലോകത്തിലെ എല്ലാ സ്ഥലത്തെ കാര്യങ്ങളും അവർക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്, മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. പണ്ട് ഇത് ഒരു ഹിയർസ്, അതായത് വേറെ ആള് പറയുന്നത് കേട്ടിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവരുടെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പം ഇന്നതങ്ങനെയല്ല, നമുക്ക് ലൈവായിട്ട് വീഡിയോ ഫോർമാറ്റിലൂടെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള വെർച്വൽ വേൾഡില് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, യൂണിവേഴ്സ് ഒരു ഒരു യൂണിറ്റ് ആണ്. അതെ അതെ അതെ. അതായത് അവിടെ അതിർവരമ്പുകളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള പിന്നെ രാഷ്ട്രീയപരമായ അതിർവരമ്പുകളൊന്നും തന്നെ ഒരു ഡിജിറ്റൽ വേൾഡിലില്ല, ഇന്റർനെറ്റ് വേൾഡിലില്ല. അപ്പം ഇവിടെ ജനിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തം നാട് പരിചിതമാവുന്നതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ഒരു ഡെവലപ്ഡ് കൺട്രിയിലെ കാര്യങ്ങളായിരിക്കും അവനെ ഫാസിനേറ്റ് ചെയ്യിക്കുന്നത്, അവന് കൂടുതൽ പരിചയമുള്ളത്, ചെറുപ്പം മുതൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതായിരിക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഈ ഹോം സിക്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അവര് ഇപ്പം എന്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ ഓണം സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ലിമിറ്റഡ് ലൈഫിൽ നമ്മൾ ജീവിച്ചത് കൊണ്ട് നമുക്ക് അതാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള അനുഭൂതികളും ആഗ്രഹങ്ങളും നമ്മളെ നിലനിർത്തുന്നതൊക്കെ അതാണ്. പുതിയ ആള് ജനിക്കുമ്പോ തൊട്ട് അവര് എന്താ പറയാ ഈ ഡിജിറ്റൽ വേൾഡിൽ അല്ലെങ്കിൽ
അവര് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ലോകത്തിനെ കാണുന്നത്. അപ്പം അവർക്ക് നമ്മുടെ നാട്ടിലെ ഒരു കാര്യത്തിനേക്കാളും അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതും അറിവുള്ളതും ചിലപ്പോൾ ഒരു ഡെവലപ്ഡ് കൺട്രിയിലെ ഒരു കാര്യമായിരിക്കും. ഫെസ്റ്റിവൽ ആവാം, സ്ഥലമാവാം. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു മടിയില്ലാതെ ഇങ്ങനെ പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുട്ടികളെ ലിമിറ്റ് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, കുറെ ആളുകൾക്ക് നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ് ഇല്ല. അപ്പം നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും നമ്മളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസിന്റെ പിൻബലം ആവശ്യമാണ്. അതെ. ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ പോയി ഒരു ഡെവലപ്ഡ് കൺട്രി പോയി ജീവിതം സ്കെയിൽ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, എക്സ്പീരിയൻസ് നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള വീട്ടിൽ നിന്ന് ഒരാള്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഒരാള്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാള്, അവര് പോയി അവർ പൈസയൊക്കെ മുടക്കി പഠിക്കാൻ പോയി, പക്ഷെ അവരുടെ ജീവിതം ഇന്ന് വളരെ നല്ല നിലയിലാണെന്നുള്ള ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. മറ്റൊന്ന് പറഞ്ഞാൽ തിയററ്റിക്കലാണ്. ഇങ്ങനെ പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നറിയാം, പക്ഷെ അത് അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആളുകൾ പലപ്പോഴും പിന്നോക്കം പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സക്സസ് ആവുന്ന ഉറപ്പില്ലാത്തതുകൊണ്ടാവാം അല്ലേ? അതെ, സക്സസ് ആവുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട്. രണ്ടാമത് അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ആ ആഗ്രഹത്തിനെ ഒരു റിയാലിറ്റി ആക്കി മാറ്റാൻ പല ആളുകൾക്കും പലപ്പോഴും കഴിയുന്നില്ല. ഒരു പക്ഷെ അവരെ പ്രതിബന്ധമായിട്ടുള്ള ഒരുപാട് ചിലപ്പോൾ ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും. ഇപ്പൊ പലപ്പോഴും വിദേശ രാജ്യത്തൊക്കെ പോകാൻ വേണ്ടി നമ്മൾ IELTS, OET, PT അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജോ അങ്ങനെ ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിൽ ആ രാജ്യത്തെ ഭാഷകളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ സർട്ടിഫൈഡ് ആവേണ്ട ആവശ്യമുണ്ട്. ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനൊന്നും മെനക്കെടാൻ വേണ്ടി ചില ആളുകൾ തയ്യാറാവുന്നില്ല. അതായത് പോണം, പക്ഷെ മെനക്കെടാൻ പറ്റില്ല. വേറെ ചില ആളുകൾക്ക് ഈ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇട്ട് അതിന് പണം കണ്ടെത്താനൊന്നും പല ആളുകൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹമുള്ളതിൽ മെജോറിറ്റി ഓഫ് ആളുകൾക്ക് പലപ്പോഴും പോകാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രയോറിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആളുകൾ ഇതിനു വേണ്ടി ഒന്ന് മെനക്കെടാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമല്ലേ ട്രാൻസ്ലേഷൻ, ഒരാളെ ഫോഴ്സ്ഫുള്ളി ട്രാൻസ്ലേഷൻ ചെയ്യിക്കാൻ പോസിബിൾ അല്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ആളുകൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഈ വിദേശ പഠനം കൊണ്ട് എന്തെല്ലാം ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഒരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കുട്ടികൾക്കും പേരൻസിനും ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോൺവെർസേഷനിലേക്ക് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ തോന്നുന്നു ട്രാൻസ്ലേഷനെ കുറിച്ച്. ഓക്കെ. EduFlair, education driven by passion.